ധോണി എന്ന അധികായന്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെന്നൈ നടത്തുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ജഡേജയ്ക്കും ബെൻ സ്റ്റോക്സിനും രുദ്രാജ് ഗെയ്ക്വാദിനും ഒന്നും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിരുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് കടന്നുപോയ സീസണുകളെല്ലാം. ഇനി ഇവറ്റകളെല്ലാം കെട്ടുകെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണേ? വർമ്മ ആരെ ഉദ്ദേശിക്കുന്നത്? മുംബൈ അണ്ടർവേൾഡിലെ അയാൾക്കൊരു ഓമന പേരുണ്ട്, ഷേർസൺ, സൺ ഓഫ് ഷേർ, സിംഹകുട്ടി. സഞ്ജു സാംസൺ ഇപ്പോൾ രാജസ്ഥാൻ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുകയാണ്. പോസ്റ്റ് വരുന്നത് ലെറ്ററിലെ അഡ്രസ് നോക്കിയല്ല, അഡ്രസ്സിലെ ലാൻഡ്മാർക്ക് നോക്കിയ. ഈ ലാൻഡ്മാർക്കിന് പിൻകോഡുമില്ല, സ്റ്റാമ്പും ആവശ്യമില്ല. ടീമുമായി കരാറിൽ ഒപ്പിട്ടു എന്നാണ് വിവരം. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസിന് കൈമാറും. പടച്ചോനോട് കൈയെടുത്ത് പറയണ പോലെ പറയാണ്, എന്നെ ശപിക്കരുത്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. വിക്കറ്റ് കീപ്പർ, നായകനായുള്ള പരിചയസമ്പത്തും മികച്ച റെക്കോർഡും, നായകന്റെ സമ്മർദ്ദമില്ലാതെ സ്ഥിരതയോടെ ബാറ്റ് ചെയ്യാനുള്ള മികവ്, ഇതെല്ലാം സഞ്ജുവിലേക്ക് ചെന്നൈയിനെ അടുപ്പിക്കുന്ന ഘടകങ്ങളായിരുന്നു. സ്വർണത്തിന്റെ പെട്ടി അവർ ചില്ലറക്കാശിടാൻ വെച്ചിരിക്കുക. ട്രേഡ് പൂർണ്ണമായി ചെന്നൈയിലെത്തിയാൽ നായകസ്ഥാനം സഞ്ജുവിന് നൽകിയാലും അത്ഭുതപ്പെടാനില്ല. ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഏട്ടൻ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും. ഓസ്കാർ ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ശുഭ്മാൻ ഗില്ലിന്റെ വരവിന് പിന്നാലെയുള്ള സഞ്ജുവിനോടുള്ള സമീപം അല്പം ക്രൂരമായി പോയി എന്ന് പറഞ്ഞാലും തെറ്റു പറയാനാകില്ല. Killing you is very easy, Marco. But ഈ വേദന നീ അറിയണം. ഇരുവരുടെയും കണക്കുകൾ തട്ടിച്ചു നോക്കുമ്പോൾ സഞ്ജു അർഹിക്കുന്നത് അയാളിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്ന് കരുതേണ്ടി വരും. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. അവസാനം കളിച്ച ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ സെഞ്ചുറി നേടി കളിയിലെ താരമായി ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുത്തതിന് ശേഷമായിരുന്നു തഴഞ്ഞത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഞാൻ അബു നമ്മളിവിടെ സാധാ ലോബേസിന് തുടങ്ങിയത്. പല ഗെയിമും പല രീതിയിൽ കളിച്ചിട്ട് തന്നെ. സാറിനെ പോലെ കുറെ ചേട്ടന്മാരെ ഇവിടെ വന്നു പോയി, അപ്പോഴും നമ്മുടെ ഇവിടൊക്കെ തന്നെയുണ്ട്. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. സാക്ഷാൽ തലയുടെ പിൻഗാമിയായി മഞ്ഞണിയാൻ സഞ്ജു തയ്യാറാകുന്നുവെന്നത് താരത്തെയും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് സുപ്രധാനമായ ചുവടുവെപ്പാണ്. One and only piece.